കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് കല്യാണം കഴിച്ച പിറ്റേന്ന് തന്നെ കുട്ടികളൊന്നും ഉണ്ടാവില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. പ്രഗ്നൻ്റ് ആവണം, മാസങ്ങളോളം കാത്തിരിക്കണം, പിന്നെ ആ കുഞ്ഞ് വളരുന്ന ഓരോ ഘട്ടങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേ, നമുക്കെല്ലാവർക്കും കുട്ടികൾ വേണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുട്ടി റെഡിയാണെങ്കിൽ നമുക്ക് എങ്ങനെ വളർത്തണ്ടേന്നൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ സമയം കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച റബ്ബ് നമുക്ക് കുട്ടികൾ തരാൻ വേണ്ടിയിട്ട് ഇത്രയേറെ സമയം തരുന്നുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ, അത്രയേറെ ക്ഷമയോടെ ആ കുട്ടികളെ വളർത്തിയിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ പൈപ്പ് ഉണ്ടല്ലോ, ബാത്റൂമിലൊക്കെ വെള്ളം തിരിച്ച് ഉടനെ പൈപ്പിൽ വെള്ളം വരും. പക്ഷേ മുമ്പൊക്കെ കിണറിൽ വെള്ളം കോരിയിട്ടൊക്കെയാണ് കുടിച്ചിരുന്നത്. അതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക, അരി അമ്മയിലൊക്കെ ഇട്ട് അരച്ച് ഇതാക്കിയിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തത്. ഇന്ന് വേണമെങ്കിൽ നൂഡിൽസോ അല്ലെങ്കിൽ പലതും പെട്ടെന്നാക്കാൻ വേണ്ടി പറ്റുന്നതൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ എന്നാൽ പോലും പല കുട്ടികളും എന്നെ വഴിതെറ്റി സഞ്ചരിക്കുന്നത്. അതിനുള്ള കാരണം ആരാണ്? നമ്മൾ രക്ഷിതാക്കൾ തന്നെയല്ലേ. നമുക്കിപ്പോൾ എന്താ പറയുക, ഒന്നിനും സമയമില്ലാണ്ടായി. പക്ഷെ സമയമൊക്കെ എന്തിനാണ് ചിലവഴിക്കുന്നത്? വെറുതെ അല്ലേ? നമ്മളെ സമയം എങ്ങനെ ചിലവഴിക്കണം, അതേപോലെ നമ്മളെ മക്കളെ എങ്ങനെ വളർത്തണം എന്നൊക്കെ നമ്മൾ കാര്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.